നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തമിഴ്നാട്ടിൽ പാർട്ടി നേതാക്കൾ കൂടുവിട്ട് കൂടുമാറുന്നു. 14 മുൻ കോൺഗ്രസ് AIDMK MLA-മാരാണ് BJP-യിൽ ചേർന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തമിഴ്നാട്ടിലെ മുഖ്യപ്രതിപക്ഷമായ AIDMK-യിൽ നിന്നുള്ള അംഗങ്ങൾ BJP-യിലേക്ക് ഒഴുക്ക് ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി 14 മുൻ MLA-മാർ BJP-യിൽ ചേർന്നു. ഇതിൽ ഭൂരിഭാഗം പേരും AIDMK-യിൽ നിന്നുള്ളവരാണ്. കോൺഗ്രസിൽ നിന്നുള്ള 2 പേരും ഇവർക്കൊപ്പമുണ്ട്. ഡൽഹിയിലെ BJP ആസ്ഥാനത്തെത്തിയാണ് ഇവർ അംഗത്വം സ്വീകരിച്ചത്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ് ഇവർക്ക് അംഗത്വം നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കങ്ങളാണ് തമിഴ്നാട്ടിൽ BJP നടത്തുന്നതെന്ന ആരോപണം ഉയരുന്നുമുണ്ട്. AIDMK NDA സഖ്യം വിട്ടതോടെയാണ് പാർട്ടി നേതാക്കൾ കൂട്ടത്തോടെ BJP-യിൽ ചേരുന്നത്. UPA-യിൽ സഖ്യകക്ഷികളായിരുന്ന DMK, ഇടതുപക്ഷം, കോൺഗ്രസ് എന്നിവരാണ് രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ അഴിമതികൾ നടത്തിയെന്ന് BJP ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതേ കോൺഗ്രസും CPM-ന്റെ പിണറായി വിജയനും സംഘവുമാണ് ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ സമരത്തിന് ഡൽഹിയിൽ വരുന്നത്. കേന്ദ്ര സർക്കാർ വിവേചനം കാണിക്കുന്നുവെന്ന് പാർലമെന്റിൽ ആരോപണമുയർത്തിയ പ്രതിപക്ഷ നേതാവ് അധിർ രഞ്ജൻ ചൌധരിക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നൽകിയ മറുപടിയിൽ എല്ലാം വ്യക്തമാണ്. നേരിട്ടുള്ള നികുതി വിവരണം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ്. പരോക്ഷ നികുതി വിതരണം ചെയ്യുന്നതാകട്ടെ GST നിയമപ്രകാരവും. മന്ത്രി വ്യക്തമാക്കുന്നത് ഇതാണ്. രാജ്യത്തെ ഇന്ന് ഏറ്റവും കടബാധ്യതയുള്ള സംസ്ഥാനം കേരളമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതായാലും തമിഴ്നാട്ടിൽ അണ്ണാമലൈ വന്നതിൽ പിന്നെ വലിയ മാറ്റമാണ് തമിഴ്നാട് BJP-യിലേക്ക് പലരും വന്നു ചേരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് നടൻ ശരത് കുമാറും ഭാര്യ രാധികയും BJP സഖ്യത്തിലേക്ക്, അതായത് NDA സഖ്യത്തിലേക്ക് എത്തിച്ചേർന്നത്. ഏതായാലും BJP-യിലേക്ക് അണ്ണാമലൈ വന്നതോടുകൂടി തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ ശക്തനായ ഒരു സംസ്ഥാന അധ്യക്ഷനായി അണ്ണാമലൈ മാറിക്കഴിഞ്ഞു. ഏതായാലും അണ്ണാമലൈയുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയാണ് കേന്ദ്ര BJP-ക്കും ഉള്ളത്.